അപ്പോൾ നമ്മൾ രണ്ട് തരം ഫങ്ഷൻസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പഠിച്ചത്. ഒന്ന് പ്രോഡക്റ്റ് റൂൾ, മറ്റേത് കോഷ്യന്റ് റൂൾ. ഇത് ഓർമ്മയുണ്ടാവണേ, പ്രോഡക്റ്റ് റൂൾ, കോഷ്യന്റ് റൂൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചില ഫങ്ഷൻസ് ഉണ്ട് ഇങ്ങനത്തെ ഫങ്ഷൻസ്. y ഈക്വൽസ് x പ്ലസ് 1 the whole square. x plus 1 the whole square. അല്ലെങ്കിൽ y equals x square plus 1 raised to 4. അല്ലെങ്കിൽ y equals sin 4x. അല്ലെങ്കിൽ y equals sin 4x square plus 1. ഇങ്ങനത്തെ ഫങ്ഷൻസ് വന്നു ചോദിക്കാം. അപ്പോൾ ഇത് നോക്കൂ, ഇത് ഫങ്ഷൻ ഓഫ് എ ഫങ്ഷനാണ്. കുറച്ച് സട്ടിലായിട്ടുള്ളൊരു കാര്യമാണ്, എന്നാലും ഞാൻ ഇങ്ങനെ പറയാം. ഇതിൽ നോക്കൂ, ആദ്യം ഇപ്പം എക്സിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആദ്യം എക്സിനെ ഒന്ന് ആഡ് ചെയ്യുക ചെയ്യണം. പിന്നെ എന്ത് ചെയ്യേണ്ടത്? ഈ ആഡ് ചെയ്ത സാധനത്തിനെ സ്ക്വയർ ചെയ്യുക ചെയ്യണം. ഇപ്പം നമ്മളൊരു കാര്യം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാവും. ഇപ്പം സോക്സ് ഇട്ടു, ഷൂസ് ഇട്ടു. അപ്പോൾ രണ്ട് പ്രവൃത്തി ചെയ്യുന്നുണ്ട്, ഒന്നിന് പിറകെ ഒന്നായിട്ട് രണ്ട് പ്രവൃത്തി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് രണ്ട് പ്രവൃത്തി? ഒന്ന് ആദ്യം സോക്സ് ഇടുക, പിന്നെ ഷൂസ് ഇടുക. രണ്ട് പ്രവൃത്തികളാണ്, രണ്ട് ഫങ്ഷൻസാണ് ചെയ്യുന്നത്. അങ്ങനെ ചോദിച്ചോളൂ, ആദ്യം സോക്സ് ഇട്ടു, പിന്നെ ഷൂസ് ഇട്ടു. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ആദ്യം എക്സിനെ ഒന്നുകൊണ്ട് ആഡ് ചെയ്തു, പിന്നെ എന്താ ചെയ്തത്? സ്ക്വയർ ചെയ്തു. ഇവിടെ എന്താ ചെയ്ത് നോക്കൂ, ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യം എക്സിനെ സ്ക്വയർ ചെയ്തു, പിന്നെ ഒന്ന് കൂട്ടി, പിന്നെ റേസ് ടു 4 ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു? ആദ്യം എക്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിനെ സൈൻ ചെയ്തു. ആദ്യം എക്സിനെ 4 കൊണ്ട് ആദ്യം എന്താ ചെയ്തത്? എക്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ സൈൻ ഓഫ് ചെയ്തു, സൈൻ ഓഫ് 4x. ഇവിടെ എന്താ ചെയ്തത്? കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തത്? ആദ്യം എക്സിനെ എക്സ് സ്ക്വയർ ആക്കി, പിന്നെ എക്സ് സ്ക്വയറിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒന്ന് കൂട്ടി, അതിനുശേഷം സൈൻ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു. അപ്പം അങ്ങനത്തെ ഫങ്ഷന് വി കോൾ ഇറ്റ് കോമ്പോസിറ്റ് ഫങ്ഷൻ. കോമ്പോസിറ്റ് ഫങ്ഷൻസ് ഇതൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾ പഠിക്കും. പക്ഷെ തൽക്കാലം ഇങ്ങനെ പറയാം, രണ്ടിലധികമോ ഫങ്ഷൻസ് മാറി മാറി എക്സിനെ പെരുമാറുമ്പം വരുന്ന ഫങ്ഷനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് ഫങ്ഷൻസ്. അപ്പം ഞാൻ കുറച്ചും കൂടി ഫങ്ഷൻസ് എക്സാമ്പിൾസ് പറയാം. അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കൂ. ഇത് ഒന്നാമത്തെ എക്സാമ്പിൾ, ഇത് 2, ഇത് 3, ഇത് 4. നമുക്ക് അഞ്ചാമത്തെ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊന്ന് പറയണം, കമ്പോസിറ്റ് ഫങ്ഷൻ ആണോ, ആണെങ്കിൽ ഏതൊക്കെ ഫങ്ഷൻസിൻ്റെ കമ്പോസിറ്റ്സ് ആണെന്ന് പറയണം. ഇതിപ്പം ഇങ്ങനെ വെച്ചോളൂ, 3x + 4 സ്ക്വയർ. ആറാമത്തെ y ഈക്വൽസ് cos 9x. ഏഴാമത്തെ y ഈക്വൽസ് cos cube x. എട്ടാമത്തെ y ഈക്വൽസ് sin സ്ക്വയർ x. ഇതുവരെ പഠിച്ച ഫംഗ്ഷൻ മാതിരിയല്ല അത്. ശരിയാണ്, sin സ്ക്വയർ എക്സിനെ sin x × sin x എഴുതാം. അപ്പോൾ അത് പ്രോഡക്റ്റ് റൂളാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ വിചാരിക്കാം. ഇത് നോക്കൂ, ആദ്യം ഇതെന്താ കോമ്പോസിറ്റ് ഫംഗ്ഷനാണെന്ന് പറയാൻ കാരണം എന്താ? ആദ്യം എക്സിന് കുറേ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. എക്സിന് മുകളിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്, 4 ആഡ് ചെയ്യുന്നുണ്ട്, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 4 ആഡ് ചെയ്തു, വീണ്ടും സ്ക്വയർ ചെയ്തു. ഇവിടെ നോക്കൂ, ആദ്യം എക്സിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ കോസ് ഓപ്പറേറ്റ് ചെയ്തു. ഇവിടെ കോസ് എക്സിന് എന്ത് ചെയ്തു? ആദ്യം എന്താ ചെയ്യുന്നത്? എക്സിനെ കോസ് ക്യൂബ് എക്സ് വന്നാൽ കോസ് എക്സ് ദ ഹോൾ ക്യൂബ് അല്ലേ? കോസ് ക്യൂബ് എക്സ് വന്നാൽ കോസ് എക്സ് ദ ഹോൾ ക്യൂബാണ്. കോസ് ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ദ ഹോൾ ക്യൂബാണ്. അപ്പോൾ കോസ് എക്സ് ദ ഹോൾ ക്യൂബ് എന്താ? ആദ്യം എക്സിനെ കോസ് ആയിട്ട് അറ്റാക്ക് ചെയ്തു, അതിനുശേഷം എന്താ? അതിനെ
ക്യൂബ് ചെയ്തു, അതിനെ ക്യൂബ് ചെയ്തു. അപ്പോൾ ആദ്യം എക്സിനോട് അറ്റാച്ച്ഡ് ആവുന്നത് കോസ് എക്സ് ആണ്. എക്സിനെ കോസ് ആണ് വീഴുന്നത്. പിന്നെ കോസ് എക്സ് ഹോൾ ക്യൂബ്, കോസ് എക്സ് ഹോൾ ക്യൂബ്. അപ്പോൾ ഞാൻ ഈ ഫങ്ഷൻസിനെയൊക്കെ ഇങ്ങനെ മനസ്സിലാക്കണം. നിങ്ങൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഫങ്ഷൻ ലൈക്ക് ദസ്. ഇങ്ങനെ ഫങ്ഷൻ മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്നോ അതിൽ കൂടുതലോ രണ്ടോ അതിൽ കൂടുതലോ ഫങ്ഷൻസ് കമ്പോസിറ്റ് ചെയ്തതാണ്. കമ്പോസിറ്റ് പറഞ്ഞാൽ ക്ലബ് ചെയ്തതാണ്. ക്ലബ് ചെയ്യുക പറഞ്ഞാൽ പ്രോഡക്റ്റോ കോഷ്യൻ്റോ അല്ല. മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും ഒരു ക്ലബിംഗ് ആണ്, ഒരു ചേർക്കലാണ്. മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്ലബിങ്ങിന് ഒരു റൂളുണ്ട്, ഡിവൈഡ് ചെയ്യുന്ന ക്ലബിങ്ങിന് വേറെ റൂളുണ്ട്. ഇത് വേറെ ക്ലബിംഗ് ആണ്. എന്താ? എഫ് ഓഫ് ജി ഓഫ് എക്സ്. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്താണ്? എക്സ് പ്ലസ് 1 സ്ക്വയർ. എക്സിനെ 1 ആഡ് ചെയ്തു, പിന്നെ സ്ക്വയർ ചെയ്തു. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് കമ്പോസിറ്റ് ഫങ്ഷൻസ്. കമ്പോസിറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഫങ്ഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത് രണ്ട് ഫങ്ഷൻസിൻ്റെ കമ്പോസിറ്റാണ്. രണ്ട് ഫങ്ഷൻസിൻ്റെ, രണ്ട് പ്രവൃത്തികളുടെ ആകത്തുകയാണ്. ഇത് ഏതൊക്കെ രണ്ട് പ്രവൃത്തികളുടെ ആകത്തുകയാണ്? നോക്കൂ, ഇതൊരു ഫങ്ഷനല്ലേ? ഇതാ എക്സ് പ്ലസ് 1 ഒരു ഫങ്ഷനാണ്. എന്താ ഫങ്ഷൻ്റെ പണി? ഒന്ന് കൂട്ടുക. എന്താണോ എക്സ് അതിനോട് ഒന്ന് കൂട്ടലാണ് ഫങ്ഷൻ്റെ പണി. ഇതോ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇത് ഏതൊക്കെ ഫങ്ഷൻസിൻ്റെ കമ്പോസിറ്റാണ്? എക്സ് പ്ലസ് 1ൻ്റെയും എക്സ് സ്ക്വയറിൻ്റെ. ഇവിടെ എക്സ് സ്ക്വയർ കാണാനില്ല. സ്ക്വയർ ചെയ്യുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്. ആ സ്ക്വയർ ചെയ്യുക എന്നുള്ള പ്രവൃത്തിനെ വി ക്യാൻ കോൾ ഇറ്റ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ കൂട്ടുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ്, ഒന്ന് കൂട്ടുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പം എക്സ് പ്ലസ് 1 ഒരു ഫങ്ഷനാണ്. സ്ക്വയർ ചെയ്യുക എന്നുള്ളത് വേറൊരു പ്രവൃത്തിയാണ്. അപ്പം എക്സ് സ്ക്വയറും ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഈ ഫങ്ഷൻ രണ്ട് ഫങ്ഷൻസിൻ്റെ കമ്പോസിറ്റാണ്. എന്താണ്? ഒന്ന് എക്സ് പ്ലസ് 1ൻ്റെയും മറ്റത് എക്സ് സ്ക്വയറിൻ്റെ. അപ്പോൾ ദിസ് ഈസ് ദ കമ്പോസിറ്റ് ഓഫ് ടു ഫങ്ഷൻസ്. വാട്ട് ആർ ദേ? എക്സ് പ്ലസ് 1 ആൻഡ് എക്സ് സ്ക്വയർ. ഓക്കെ, നമ്മൾ അതിനെപ്പറ്റി ഗഹനമായിട്ട് പഠിക്കേണ്ട, ജനറലായിട്ട് റിസൾട്ട് അറിഞ്ഞാൽ മതി. ഇനി ഇത് നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, എക്സ് സ്ക്വയർ പ്ലസ് 1 ഒരു ഫംഗ്ഷനായിട്ട് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 തന്നെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഒരു ഫംഗ്ഷനാക്കി എടുക്കാം. പിന്നെയോ റേസ് ടു 4 വേറൊരു ഫംഗ്ഷനായിട്ട് എടുക്കാം. അപ്പോൾ ഇത് കമ്പോസിറ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആയിട്ട് വിചാരിച്ചൂടെ? ദിസ് ക്യാൻ ബി റിഗാർഡഡ് ആസ് എ കമ്പോസിറ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. ഏതൊക്കെയാ? ഒന്ന് എക്സ് സ്ക്വയർ പ്ലസ് 1, പിന്നെയോ raised to 4 and x raised to 4. But this is a composite of x square plus 1 and x raised to 4. അപ്പോൾ നിങ്ങൾ ഇത് ആലോചിക്കാം. This is a composite of x plus 1 and x square. x plus 1 and x square. പതുക്കെ മനസ്സിലാക്കണേ, വളരെ പതുക്കെ മനസ്സിലാക്കിയിട്ട് പറയാൻ മതി. ഇനി ഇത് നോക്കൂ, ദിസ് ഈസ് എ കമ്പോസിറ്റ് ഓഫ് ഏതൊക്കെ ഫംഗ്ഷൻ്റെ കമ്പോസിറ്റ് ആണ്? കമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആഡ് ക്ലബ് ചെയ്യൽ, രണ്ടും കൂടി ക്ലബ് ചെയ്യുക. പക്ഷേ അത് പ്രോഡക്റ്റ് അല്ല, കോഷ്യൻ്റ് അല്ല കേട്ടോ. എഫ് ഓഫ് ജി ഓഫ് എക്സ്, അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയാം. എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4. എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4. എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4 എന്താ? ഏതൊക്കെ രണ്ട് ഫംഗ്ഷൻസ് ആണ്? ഒന്ന് എക്സ് സ്ക്വയർ പ്ലസ് 1 ഒരു ഫംഗ്ഷനാണ്, റേസ് ടു 4 വേറൊരു ഫംഗ്ഷനാണ് അല്ലേ? അപ്പോൾ എന്താ പറയുക? കമ്പോസിറ്റ് ഓഫ് രണ്ട് ഫംഗ്ഷൻസ്. ഏതൊക്കെയാ? ഒന്ന് എക്സ് സ്ക്വയർ പ്ലസ് 1ഉം പിന്നെയോ റേസ് ടു 4. റേസ് ടു 4 നമുക്ക് എക്സ് റേസ് ടു 4 ആയിട്ട് വിചാരിക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1ഉം എക്സ് റേസ് ടു 4ഉം ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസിൻ്റെ കമ്പോസിറ്റാണ്. ഇതോ സൈൻ 4x-ൻ്റെ കമ്പോസിറ്റ് എന്താ? രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. എന്താ? ഒന്ന് 4x പിന്നെ സൈൻ എക്സ്. സൈൻ എക്സിൻ്റെയും 4x-ൻ്റെയും. അപ്പോൾ ആദ്യം വരാനുള്ളത് 4x പ്ലസ് 1, 4x. അപ്പോൾ ദിസ് കമ്പോസിറ്റ് ഓഫ് ഇത് ഏതൊക്കെ ഫംഗ്ഷൻ്റെ കമ്പോസിറ്റ് ആണ്? 4x-ൻ്റെയും സൈൻ എക്സിൻ്റെയും. സൈൻ 4x-ൻ്റെ അല്ല, സൈൻ എക്സിൻ്റെ. ആദ്യം 4x, പിന്നെ 4x-നെയാണ് സൈൻ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസിൻ്റെ കമ്പോസിറ്റാണ്. ഒന്ന് 4x പിന്നെ സൈൻ എക്സ്. സൈൻ 4x അല്ല, സൈൻ എക്സ്. ഇനി ഇത് ഏതൊക്കെ ഫംഗ്ഷൻസിൻ്റെ കമ്പോസിറ്റാണ്?
രണ്ട് ഫംഗ്ഷൻസിൻ്റെ കമ്പോസിറ്റ് ആയിട്ട് വിചാരിക്കാം. എന്താ 4x² + 1 ഒരു ഫംഗ്ഷൻ ചോദിച്ചോളൂ. അപ്പോൾ ദിസ് ഈസ് എ കമ്പോസിറ്റ് ഓഫ് 4x² + 1 ആൻഡ് sin x. sin 4x² + 1 എന്ന് പറയരുത്, ഇത് sin x. 4x² + 1-നെയാണ് സൈൻ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ sin x ആണ് ഫംഗ്ഷൻ. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ 4x² + 1, രണ്ടാമത്തെ ഫംഗ്ഷൻ sin x. അപ്പോൾ അങ്ങനെ ആലോചിക്കാം, x + 1 ഹോൾ സ്ക്വയറിൽ ആദ്യത്തെ ഫംഗ്ഷൻ x + 1, പിന്നെ അറ്റാക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ സ്ക്വയർ. പിന്നെ ഇതോ x² + 1 raised to 4, ആദ്യത്തെ ഫംഗ്ഷൻ x² + 1, പിന്നത്തെ ഫംഗ്ഷൻ raised to 4. raised to 4 ആണ് x raised to 4. ഇതിൽ ആദ്യത്തെ ഫംഗ്ഷൻ 4x, രണ്ടാമത്തെ ഫംഗ്ഷൻ sin x. ഇതിൽ ആദ്യത്തെ ഫംഗ്ഷൻ 4x² + 1, രണ്ടാമത്തെ ഫംഗ്ഷൻ sin x. ഇത് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന പ്രോഡക്റ്റ് റൂൾ അല്ല, അത് കമ്പോസിറ്റ് ആണ്, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. ഇനി ഇവിടെയോ, ഇതിൽ ആദ്യത്തെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഈസ് എ കമ്പോസിറ്റ് ഓഫ് 2 functions. വാട്ട് ആർ ദേ? ഇറ്റ് ഈസ് എ കമ്പോസിറ്റ് ഓഫ് 2 functions. ഒന്ന് പറയൂ നിങ്ങൾ, കമ്പോസിറ്റ് ഓഫ് 3x + 4 ഹോൾ സ്ക്വയർ എന്തിൻ്റെയൊക്കെ കമ്പോസിറ്റ് ആവുന്നു? പോസ് ചെയ്തിട്ട് നിങ്ങൾ പറയൂ, അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പോസിറ്റ് ഓഫ് 2 functions ഏതൊക്കെയാവുന്ന? 3x + 4 ആൻഡ് 3x + 4 സ്ക്വയർ അല്ലേ? 3x + 4-നെ ഒരു എൻറ്റിറ്റി ആയിട്ട് എടുത്താൽ അതിന് സ്ക്വയർ ചെയ്യല്ലേ ചെയ്യണേ? അപ്പോൾ ആൻഡ് x². അപ്പോൾ ഇതോ, വാട്ട് ഇസ് എ കമ്പോസിറ്റ്? വാട്ട് ഇസ് എ ഫംഗ്ഷൻ? ഇറ്റ് ഈസ് എ കമ്പോസിറ്റ് ഓഫ് 9x and cos x. ഇതോ cos³ x. cos³ x എന്തിൻ്റെ ഫംഗ്ഷൻ്റെ കമ്പോസിറ്റ് ആണ്? ഇറ്റ് ഈസ് എ കമ്പോസിറ്റ് ഓഫ് എന്തായിരിക്കും? cos x ആൻഡ്, ശ്രദ്ധിക്കും, ആദ്യം cos x, പിന്നെ cos x ദ ഹോൾ ക്യൂബ് ആണ്. അപ്പോൾ cos x-നെ ഒട്ടാകെ ക്യൂബ് ചെയ്യാണ്. cos x-നെ ഒട്ടാകെ ക്യൂബ് ചെയ്യുമ്പോൾ cos x-നെ x ആയിട്ട് എടുക്കുക, അപ്പോൾ x³ ആൻഡ് x³. ഇനിയോ ഇതോ, ഇറ്റ് ഈസ് എ കമ്പോസിറ്റ് ഓഫ്, ഒന്ന് പറയൂ ഇതേ ലോജിക്ക് ഉപയോഗിച്ചിട്ട്, കമ്പോസിറ്റ് ഓഫ് sin x ആൻഡ് sin x ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇറ്റ്സ് എ കമ്പോസിറ്റ് ഓഫ് sin x ആൻഡ് x². ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ്. അപ്പോൾ ഞാൻ ഇതിനെ കമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളിനെ നമുക്ക് ഇങ്ങനെ പറയാം. അതിൻ്റെ തിയറിറ്റിക്കലി പറയുമ്പോൾ കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും, പക്ഷെ എന്നാലും അത് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് പറയാതിരിക്കാൻ വയ്യ. അപ്പം ഇതിനെ ഓക്കെ, അത് നമുക്ക് അതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള സാധനം പറയണ്ട, നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. y = പ്ലീസ് കട്ട് ദിസ്, അത് കട്ട് ചെയ്യണേ. ആ തിയറിറ്റിക്കലായിട്ടുള്ള കാര്യം പറയണ്ട എന്നുള്ളത്, ആ സാധനം കട്ട് ചെയ്യാം. റൈറ്റ്, ഇനി നൗ സ്റ്റാർട്ട്. അപ്പം ഇതൊക്കെ കമ്പോസിറ്റ് ആണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? 2 ഫംഗ്ഷൻസ് കമ്പോസിറ്റ് ആണ്. ഇനി ഇതിന് ഡെറിവേറ്റീവ് എങ്ങനെ കാണും? ഡെറിവേറ്റീവ് കാണേണ്ടതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം, അതായത് ഇപ്പോൾ y = ഓരോ ഫംഗ്ഷനെയും നമുക്ക് മാറ്റാൻ പോവാണ്. ഓരോ ഫംഗ്ഷനെയും നമ്മൾ ഒന്ന് വൃത്തിയിൽ എഴുതാൻ പോവാണ്. ഞാൻ പറഞ്ഞു ദിസ് ഈസ് എ കമ്പോസിറ്റ് ഓഫ് x + 1 ആൻഡ് x² എന്ന് പറഞ്ഞു. y = x + 1² 2 ഫംഗ്ഷൻസിൻ്റെ കമ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഫംഗ്ഷൻ്റെ കമ്പോസിറ്റാണ് പറയുമ്പം ഇതിൽ ആദ്യത്തെ ഫംഗ്ഷൻ ആരാണ്? x + 1. രണ്ടാമത്തെ ഫംഗ്ഷൻ ഏതാണ്? x². അപ്പം x + 1-നെ ഞാൻ f(x) എന്ന് വിചാരിക്കാം. x²-നെ ഞാൻ g(x) എന്ന് വിളിക്കാം. f(x)-നെ ഞാൻ x + 1 വിചാരിക്കാം. അപ്പോൾ യു ക്യാൻ കോൾ f(x) ആസ് x + 1. ഇതിനെ f(x) ആയിട്ട് വിചാരിക്കാം. f(x) = x + 1. അതേപോലെ g(x)-നെ ഞാൻ x². അപ്പോൾ യു ക്യാൻ ടേക്ക് g(x) ആസ് x². അങ്ങനെയാണെങ്കിൽ ഇതിൽ ആദ്യത്തെ ഫംഗ്ഷൻ ആരാണ്? f(x). y ഇനി മുതൽ നമ്മൾ പണ്ട് പറഞ്ഞ f(x)ന് y ആണ്. ഇവിടെ 2 ഫംഗ്ഷൻസിനോടൊന്ന് f(x) വെച്ചുള്ളൂ, മറ്റേ g(x) വെച്ചുള്ളൂ വേറെ ഫംഗ്ഷൻ ആണല്ലോ, അതുകൊണ്ട് വേറൊരു പേരെടുക്കും g(x). അപ്പോൾ ഇതിൻ്റെ പേരാണ് f(x), ഇതിൻ്റെ പേരാണ് g(x). 2 ഫംഗ്ഷൻസിനുള്ളത് ഡിനോട്ട് ചെയ്യാൻ ഒന്ന് f ഒന്ന് g എന്ന് വിചാരിച്ചു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ജിയുടെ പണി എന്താ? സ്ക്വയർ ചെയ്യൽ. എഫിൻ്റെ പണി എന്താ?
ഒന്ന് കൂട്ടൽ അല്ലേ? വാട്ട് ഇസ് എഫ് ഓഫ് 10? 11. വാട്ട് ഇസ് എഫ് ഓഫ് 20? 21. 22. വാട്ട് ഇസ് എഫ് ഓഫ് 0? 1. വാട്ട് ഇസ് എഫ് ഓഫ് 3? എഫ് ഓഫ് 3 എന്താ? എക്സിന് പകരം 3 കൊടുക്കുക, 4. മനസ്സിലുണ്ടോ? വാട്ട് ഇസ് ജി ഓഫ് 1? 1 സ്ക്വയർ 1. വാട്ട് ഇസ് ജി ഓഫ് 2? 2 സ്ക്വയർ 4. അപ്പം അറിയാം. അപ്പോൾ എഫ് ഓഫ് എക്സ് വന്നാൽ എക്സ് പ്ലസ് 1 ആണ്, ജി ഓഫ് എക്സ് വന്നാൽ എക്സ് സ്ക്വയർ ആവശ്യം. അങ്ങനെയാകുമ്പം ഈ സാധനം എന്താണ്? എക്സ് പ്ലസ് 1 സ്ക്വയർ വന്നാൽ എന്താണ്? Can you write that in terms of f and g? എഫിൻ്റെയും ജിൻ്റെയും ടേമിൽ എഴുതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഒന്ന് ട്രൈ ചെയ്യൂ. ഇതിൽ ആദ്യം ആരാ പ്രവൃത്തി എടുക്കണേ? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിലെ ആദ്യത്തെ പ്രവൃത്തി ആരാ എടുക്കണേ? എഫ് ആണോ ജി ആണോ? ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കൂ. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിലെ ആദ്യത്തെ പ്രവൃത്തി എടുക്കുന്ന ആരാണ്? എഫ് ആണോ ജി ആണോ? ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കാം. ഞാൻ ഒന്നുകൂടി പറയാം. എക്സ് പ്ലസ് 1 സ്ക്വയർ, എക്സ് പ്ലസ് 1 സ്ക്വയർ പറയുമ്പോൾ തന്നെ കണ്ടോ, ആദ്യം ചെയ്യുന്നത് എക്സ് പ്ലസ് 1 അല്ലേ, പിന്നെ സ്ക്വയർ, പിന്നെ സ്ക്വയർ ചെയ്യലേ ചെയ്യണേ. അപ്പോൾ ആദ്യം എക്സ് പ്ലസ് 1 ആണ് നടക്കുന്നത്, പിന്നെ സ്ക്വയർ ചെയ്യലാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുന്നത് എഫ് ആണ്, പിന്നത്തെ പ്രവൃത്തി ചെയ്യുന്നത് ജി ആണ്. മനസ്സിലാവുണ്ടോ? ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു തവള ഒരു പാറ്റേനെ പിടിച്ചു. ഒരു തവള ഒരു പാറ്റേനെ പിടിച്ചു. ഈ തവളേനെ ഒരു പാമ്പ് പിടിച്ചു. അപ്പോൾ ആദ്യത്തെ പ്രവൃത്തി ആരാ ചെയ്യണത്? ആദ്യത്തെ പ്രവൃത്തി തവള പാറ്റേനെ പിടിക്കൽ. പിന്നത്തെ പ്രവൃത്തി ആരാണ്? പാമ്പ് തവളേനെ പിടിക്കൽ. ഇസ് ക്ലിയർ? ഈ കമ്പോസിറ്റ് ഫങ്ഷൻ ഞാൻ എപ്പോഴും അങ്ങനെ ഒരു എന്താണ് കമ്പാരിസൺ വിചാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്കത് നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കുഴപ്പമില്ല, വിട്ടേക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ആദ്യത്തെ പ്രവൃത്തി ആരാണ്? എക്സ് പ്ലസ് 1. അപ്പോൾ ആദ്യത്തെ പ്രവൃത്തി ആരാണ് ചെയ്യണത്? എഫ് ആണ് ചെയ്യണത്. ആദ്യത്തെ പ്രവൃത്തി എഫ് അല്ലേ ചെയ്യണത്? അപ്പോൾ ആദ്യത്തെ പ്രവൃത്തി എഫ്. ഈ എഫിനെയാണ് ആര് പിടിക്കുന്നത്? അതിനെയാണ് സ്ക്വയർ ചെയ്യണത്. എക്സ് പ്ലസ് 1നെയാണ് സ്ക്വയർ ചെയ്യണത്. അപ്പോൾ എഫിനെയാണ് ആര് പിടിക്കുന്നത്? ജി. എഫിനെയാണ് ജി പിടിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പം ജി ഓഫ് എഫ് ഓഫ് എക്സ്, വാട്ട് വിൽ ബി ജി ഓഫ് എഫ് ഓഫ് എക്സ്? നോക്കുക, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താ? ജി ഓഫ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എക്സ് പ്ലസ് 1 അല്ലേ? എന്താ ജിയുടെ പണി? സ്ക്വയർ ചെയ്യലല്ലേ? അപ്പോൾ അത് എക്സ് പ്ലസ് 1 സ്ക്വയർ അല്ലേ? അതായത് ഈ ഫങ്ഷനിൽ എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 1ഉം ജി ഓഫ് എക്സ് എക്സ് സ്ക്വയറും ആണെങ്കിൽ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആക്ച്വലി എന്താ? എഫ് ഓഫ് ജി ഓഫ് അല്ല ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ആദ്യത്തെ പ്രവൃത്തി എഫ് ആണ് ചെയ്യുന്നത്. എഫിനെയാണ് ജി വിഴുങ്ങുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പം കഴിഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് പാറ്റ. തവള പാറ്റേനെ പിടിച്ചു. ഈ തവളയും പാറ്റയും കൂടിയുള്ള സാധനത്തിന് പാമ്പ് പിടിച്ചു. അപ്പോൾ ആദ്യത്തെ പ്രവൃത്തി ആരാണ്? എഫ് ആണ്. പിന്നത്തെ പ്രവൃത്തി ആരാണ്? ജി ആണ്. മനസ്സിലായോ അത്? ഓക്കെ. അപ്പം ഞാൻ ആ എക്സാമ്പിൾ വെച്ചാൽ ഇതെന്തായിരിക്കും? ഇത് എഫ് ഓഫ് എക്സ് ആണെന്ന് വെച്ചോളൂ. ഇത് എഫ് ഓഫ് എക്സ് വെച്ചോളൂ. ഇത് ജി ഓഫ് എക്സ് വെച്ചോളൂ. അപ്പോൾ ആക്ച്വലി എക്സ് പ്ലസ് 1 എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4 എന്തായിരിക്കും? വാട്ട് വിൽ ബി എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4? ഇറ്റ് ഈസ് ജി ഓഫ്. ഇതിൽ ആദ്യത്തെ പ്രവൃത്തി ആരാ എടുക്കുന്നത്? ആദ്യത്തെ പ്രവൃത്തി എഫ് ആണ് എടുക്കുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് എടുക്കുന്നത്. പിന്നത്തെ പ്രവൃത്തിയാണ് ജി എടുക്കുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ബി ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് എന്ത്? എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4. മനസ്സിലായോ? റൈറ്റ്. നൗ അടുത്ത ചോദ്യം, കമ്പോസിറ്റ് ഓഫ് ടു ഫങ്ഷൻസ് അല്ലേ? എഫ് ഓഫ് എക്സും സൈൻ എക്സും അല്ലേ? അപ്പം ഇത് എഫ് ഓഫ് എക്സും, ഇഫ് യു ടേക്ക് ദിസ് ആസ് എഫ് ഓഫ് എക്സ് ആൻഡ് ഇഫ് യു ടേക്ക് ദിസ് ആസ് ജി ഓഫ് എക്സ്, ഇതിൽ ആദ്യത്തെ പ്രവൃത്തി എടുക്കുന്ന ആരാണ്? എഫ് എടുക്കണം. പിന്നെ പ്രവൃത്തി എടുക്കുന്ന ആരാണ്? ജി എടുക്കണം. അപ്പോൾ വാട്ട് ഇസ് യുവർ ആൻസർ? ഇതെന്തായിരിക്കും? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. G of f of x is equal to sine of 4x. Sine of 4x. Clear or not? Right. ഇനി
ഇത് നോക്കൂ, ഇത് എഫും ഇത് ജിയും ആണെങ്കിൽ, സപ്പോസ് ദിസ് ഇസ് എഫ്, എഫ് ഓഫ് എക്സ് ഈക്വൽസ് 4x സ്ക്വയർ പ്ലസ് 1, ആൻഡ് സപ്പോസ് ജി ഓഫ് എക്സ് ഇസ് സൈൻ എക്സ്. ഇതിൽ ആദ്യത്തെ പ്രവൃത്തി എടുക്കുന്ന ആരാണ്? 4x സ്ക്വയർ പ്ലസ് 1 അല്ലേ? ആദ്യത്തെ പ്രവൃത്തി എടുക്കുന്നത് 4x സ്ക്വയർ പ്ലസ് 1 ആണ്. 4x സ്ക്വയർ പ്ലസ് 1 ആണ് ആദ്യത്തെ പ്രവൃത്തി. അതിൻ്റെ മുകളിലാണ് ആരെടുക്കുന്നത്? അതിനെയാണ് ആര് വിഴുങ്ങുന്നത്? സൈൻ വിഴുങ്ങുന്നത്. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? ഇത് എന്താ ആക്ച്വലി? സൈൻ 4x സ്ക്വയർ പ്ലസ് 1 ആക്ച്വലി എന്തായിരിക്കും? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും അല്ലേ? ജി ഓഫ് എഫ് ഓഫ് എക്സ്, സൈൻ ഓഫ് 4x സ്ക്വയർ പ്ലസ് 1. ഇറ്റ് ഈസ് സൈൻ ഓഫ് 4x സ്ക്വയർ പ്ലസ് 1. മനസ്സിലായോ? റൈറ്റ്. y ഈക്വൽസ് 3x പ്ലസ് 4 ഹോൾ സ്ക്വയർ. y ഈക്വൽസ് 3x പ്ലസ് 4 ഹോൾ സ്ക്വയറിന് ആദ്യത്തെ ഫംഗ്ഷൻ 3x പ്ലസ് 4, പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ സ്ക്വയർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ 3x പ്ലസ് 4 ആണ്. അപ്പോൾ ജി ഉള്ളിൽ, എച്ച് പുറത്ത്. ഇതല്ലേ ആക്ച്വലി വരിക. അപ്പോൾ വാട്ട്സ് ദ വാല്യൂ? അതാണ് 3x പ്ലസ് 4 സ്ക്വയർ. ഇനി ഈ കേസിൽ y ഈക്വൽസ് കോസ് 9x, y ഈക്വൽസ് കോസ് 9xൽ ജി ഓഫ് എക്സ് 9xും എച്ച് ഓഫ് എക്സ് കോസ് എക്സും ആണെങ്കിൽ ഏതാ ആദ്യത്തെ ഫംഗ്ഷൻ? ആദ്യത്തെ ഫംഗ്ഷൻ 9x, പിന്നത്തെ ഫംഗ്ഷനാണ് കോസ് എക്സ്. അപ്പോൾ ഇതെന്തായിരിക്കും? ആദ്യത്തെ ഫംഗ്ഷൻ 9x, അപ്പോൾ ഉള്ളിൽ ജി ഓഫ് എക്സ്, പുറത്ത് എച്ച് ഓഫ് എക്സ്. അപ്പോൾ ഇതാണ് കോസ് 9x. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കോസ് എക്സ് ക്യൂബ്. കോസ് എക്സ് ക്യൂബ് കമ്പോസിറ്റ് ഓഫ് കോസ് എക്സും എക്സ് ക്യൂബ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇതിനെ ഇങ്ങനെ പറയണം. രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഒരു ഫംഗ്ഷൻ്റെ പേര് എഫ് ഓഫ് എക്സ് ഈക്വൽസ് കോസ് എക്സ് ആണ്. വേറെ ഫംഗ്ഷൻ്റെ പേര് ജി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് ക്യൂബ് ആണ്. ഈ കോസ് ക്യൂബ് എക്സ് ഏത് ഫംഗ്ഷനാണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണോ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണോ? ഇതിൽ ആദ്യത്തെ ഫംഗ്ഷൻ ഇതാണ്. കോസ് ക്യൂബ് എക്സിൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ ഏതാ? കോസ് ക്യൂബ് എക്സിലെ ആദ്യത്തെ ഫംഗ്ഷൻ എന്താ? കോസ് ക്യൂബ് എക്സിലെ ആദ്യത്തെ ഫംഗ്ഷൻ എന്താ? കോസ് എക്സ്. പിന്നത്തെ ഫംഗ്ഷൻ എന്താ? ക്യൂബ്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ കോസ് എക്സ്. ശ്രദ്ധിക്കുക, ആദ്യത്തെ ഫംഗ്ഷൻ കോസ് എക്സ്. അപ്പോൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് ഉള്ളിൽ എഴുതുക, ജി ഓഫ് എക്സ് പുറത്ത് എഴുതുക. അപ്പോൾ ഇതാണ് കോസ് ക്യൂബ് എക്സ്. ഓക്കെ, ലാസ്റ്റ് y ഈക്വൽ സൈൻ ക്യൂബ് എക്സ്, അല്ല സൈൻ സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സ് രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിറ്റ് ഏതൊക്കെയാണ്? സൈൻ എക്സും എക്സ് സ്ക്വയറും. അപ്പോൾ ഞാൻ സൈൻ എക്സും എക്സ് സ്ക്വയർ എന്നുള്ളത് ജി ഓഫ് എക്സ് സൈൻ എക്സും എച്ച് ഓഫ് എക്സ് എക്സ് സ്ക്വയറുമായിട്ട് എടുത്തു ചോദിച്ചോളൂ. വെറുതെ രണ്ട് ഫംഗ്ഷൻസിനെ ഒന്ന് മാറ്റി നിങ്ങളൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ജി എഫും ജിയും ഉള്ളതിന് മാറ്റി ജിയും എച്ചും ആക്കി. നിങ്ങളൊന്ന് പറയൂ, ഇതിൽ എന്താ സാധനം? ഇതെങ്ങനെയാണ് നമുക്ക് കമ്പോസിറ്റ് ആക്കി എഴുതാൻ പറ്റുക? സൈൻ എക്സ് സ്ക്വയർ ആണ്. അല്ല, സൈൻ എക്സ് സ്ക്വയർ അല്ല, സൈൻ സ്ക്വയർ എക്സ് ആണ്. സൈൻ എക്സ് സ്ക്വയറും സൈൻ സ്ക്വയർ എക്സും നമ്മൾ വ്യത്യാസമുണ്ട്. സൈൻ സ്ക്വയർ എക്സ് ആണ്. സൈൻ സ്ക്വയർ എക്സ് പറഞ്ഞാൽ സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. സൈൻ സ്ക്വയർ എക്സ് പറഞ്ഞാൽ സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. സൈൻ എക്സ് ദ ഹോൾ സ്ക്വയറിൽ ആദ്യത്തെ ഫംഗ്ഷൻ ആരാണ്? സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സ് ആണ് ആദ്യത്തെ ഫംഗ്ഷൻ. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ഉള്ളിലാണ് വേണ്ട. അപ്പോൾ ആരാ ഉള്ളിൽ വേണ്ട? ജി ആദ്യം, പിന്നെ എച്ച്. ജി ആദ്യം പറയുമ്പോൾ ഉള്ളിലാണ് ജി വേണ്ടത്, പുറത്താണ് എച്ച് വേണ്ടത്. അപ്പോൾ ഇതാണ് എന്ത്? സൈൻ സ്ക്വയർ എക്സ്. ഞാൻ ഒന്നുകൂടി ഇതൊന്ന് ബ്രഷപ്പ് ചെയ്യാം. അപ്പം ഈ കേസിൽ എക്സ് പ്ലസ് 1 സ്ക്വയറിൽ ആദ്യം എക്സ് പ്ലസ് 1 പിന്നെ സ്ക്വയർ, ആദ്യം എക്സ് പ്ലസ് 1 പിന്നെ സ്ക്വയർ. അതുകൊണ്ടാണ് ആദ്യത്തെ ഫംഗ്ഷനാണ് ഉള്ളിൽ വേണ്ടത്. എപ്പോഴും ഇത് കാണുമ്പോൾ ഇതാണ് ആദ്യം, ഇത് രണ്ടാമതാണ്. പക്ഷേ കമ്പോസിറ്റ് ഫംഗ്ഷനിൽ ഏറ്റവും ഉള്ളിലത്തെ ഫംഗ്ഷനാണ് ആദ്യം. ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് ക്രോണോളജി. ക്രോണോളജി പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. ആദ്യത്തെ, രണ്ടാമത്തെ. ഇതല്ല ആദ്യത്തെ, ഇതാണ് ആദ്യത്തെ, പിന്നെ രണ്ടാമത്തെ. മനസ്സിലുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് തവള പ്രാണീനെ പിടിക്കുക, തവള പാറ്റേനെ പിടിക്കുക, തവളേനെ പാമ്പ് പിടിക്കുക. അപ്പോൾ ആദ്യം ഉള്ളിലത്തെയല്ലേ സംഭവിക്കണേ? ഏറ്റവും ആദ്യം സംഭവിക്കണേ തവള പാറ്റേനെ പിടിക്കുന്നതല്ലേ? അപ്പോൾ ഇതാണ് ആദ്യം സംഭവിക്കുക, പിന്നെയാണ് ഇത് സംഭവിക്കുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആദ്യം പറയണ ഇത്, പിന്നെ പറയണ ഇത്, ഇതാണ് ഓർഡർ. കേട്ടോ?
എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് ആദ്യം, റേസ് ടു 4 ആണ് രണ്ടാമത്. കണ്ടോ, എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് ആദ്യം, അപ്പോൾ എഫ് ആണ് ഉള്ളിൽ, റേസ് ടു 4 ആണ് പിന്നെയുള്ളത്. ഇവിടെ കണ്ടോ, സൈൻ 4x, ആദ്യം 4x ആണ് പിന്നെയാണ് സൈൻ. കണ്ടോ, ആദ്യം 4x പിന്നെ സൈൻ, ആദ്യം 4x വരുമ്പോൾ ഇത് എഫ് ഉള്ളിൽ ജി പുറത്ത്. ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. സൈൻ 4x സ്ക്വയർ പ്ലസ് 1, ആദ്യം 4x സ്ക്വയർ പ്ലസ് 1 പിന്നെ സൈൻ. അപ്പോൾ ആദ്യം 4x സ്ക്വയർ പ്ലസ് 1, ആദ്യം എഫ് പിന്നെ ജി. ഇവിടെ നോക്കൂ, 3x പ്ലസ് 4 സ്ക്വയർ, ആദ്യം 3x പ്ലസ് 4 പിന്നെ സ്ക്വയർ. കേട്ടോ, ആദ്യം 3x പ്ലസ് 4 പിന്നെ സ്ക്വയർ, അപ്പോൾ ജി ഉള്ളിൽ എച്ച് പുറത്ത്. കോസ് 9x, ആദ്യം 9x പിന്നെ കോസ്, ആദ്യം 9x പിന്നെ കോസ്, അപ്പോൾ ജി ഉള്ളിൽ എച്ച് പുറത്ത്. കോസ് ക്യൂബ് എക്സ്, കോസ് ക്യൂബ് എക്സ് പറഞ്ഞാൽ കോസ് എക്സ് ദ ഹോൾ ക്യൂബാണ്. അപ്പോൾ ആദ്യം കോസ് പിന്നെ ക്യൂബ്, അപ്പോൾ ആദ്യം കോസ് പിന്നെ ക്യൂബ്, കോസ് ആണ് ആദ്യം, അപ്പോൾ എഫ് ആദ്യം പിന്നെ ജി. പിന്നെ y ഈക്വൽ സൈൻ സ്ക്വയർ എക്സ്, സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ ആദ്യം സൈൻ പിന്നെ എക്സ് സ്ക്വയർ, ആദ്യം സൈൻ പിന്നെ എക്സ് സ്ക്വയർ, അപ്പോൾ ആദ്യം ജി പിന്നെ എച്ച്. ക്ലിയർ ആണോ? അത് ആദ്യം പിന്നെ, ആദ്യം പിന്നെ, വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് കമ്പോസിറ്റിൻ്റെ ഐഡിയ. ആദ്യം സോക്സ് ഇടുക പിന്നെ ഷൂസ് ഇടുക, തിരിച്ചിട്ട പ്രശ്നമാണ്. എൻ്റെ ക്രോണോളജി മാറിയാൽ തെറ്റാണ്. മനസ്സിലാവുണ്ടോ? ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി കോൾ കമ്പോസിറ്റ് ഫങ്ഷൻസ്. അപ്പോൾ കമ്പോസിറ്റ് ഫങ്ഷനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. റൈറ്റ്, ഇവിടെ കട്ട് ചെയ്യാം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഇനി ഞാനിത് മായ്ച്ച് കളയുന്നില്ല. മായ്ച്ച് കളയാത്തത് എന്താ വെച്ചാൽ, യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫൈൻഡിങ് ദ ഡെറിവേറ്റീവ് ഓഫ് കമ്പോസിറ്റ് ഫങ്ഷൻസ്. ആദ്യം പ്രോഡക്റ്റ് റൂള് പഠിച്ചു, പിന്നെ കോഷ്യൻ റൂള് പഠിച്ചു, പിന്നെ ഈ 10 റിസൾട്ട്സ് പഠിച്ചു. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ഡിഫറൻഷിയേറ്റ് കമ്പോസിറ്റ് ഫങ്ഷൻസ്. ഇങ്ങനത്തെ ഫങ്ഷൻസ് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതാണ് റൂള്. എന്താണ്? വി കോൾ ദാറ്റ് ആസ് ചെയിൻ റൂൾ. ചെയിൻ റൂൾ. കമ്പോസിറ്റ് ഫങ്ഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന റൂളാണ് ചെയിൻ റൂൾ. അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മൾ കമ്പോസിറ്റ് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. കമ്പോസിറ്റ് ഫങ്ഷൻസ് കുറച്ച് സട്ടിലാണ്, പക്ഷേ യു ഹാവ് ടു ലേൺ ഇറ്റ്. അത് എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമാണ്. ഈ എക്സാമ്പിൾ വെച്ചിട്ട് ട്രൈ ചെയ്യുക. ഐ വിൽ ഗീവ് ദ PDF. അത് നോക്കിയിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ടു ഡു ദറ്റ് ക്വസ്റ്റ്യൻസ്. ക്ലിയർലേ? കുറച്ച് പ്രയാസം ഉണ്ടാവും. +1 10ാം ക്ലാസ്സിൻ്റെ കുട്ടികൾക്ക് ഇത് കുറച്ച് പ്രശ്നം ഉണ്ടാവും. സാരമില്ല, ഇത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറ്റും കേട്ടോ. പഠിക്കുക. ചെയിൻ റൂൾ വളരെ ഉപയോഗമാണ്. ചെയിൻ റൂൾ. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ പഠിച്ചു. പ്രോഡക്റ്റ് റൂളും ചെയിൻ റൂളും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പ്രോഡക്റ്റ് റൂൾ എന്താ? പ്രോഡക്റ്റ് ഓഫ് 2 ഫങ്ഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. കോഷ്യൻ റൂൾ എന്താ? റാഷണൽ ഫങ്ഷൻ, മുകളിലും താഴെയുള്ള ഫങ്ഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇനി കമ്പോസിറ്റ് ഫങ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന റൂളാണ് ചെയിൻ റൂൾ. ക്ലിയർലേ? ഓക്കെ. അപ്പോൾ വി ആർ ഗോയിങ് ടു സ്റ്റേറ്റ് ദാറ്റ് റൂൾ. റൂള് പറയുന്നത് ഇതാണ്. ആ റൂള് തിയറി ആയിട്ട് തന്നെ പറയണം. ഇതാണ് റൂള് പറയുന്നത്. ഞാൻ ഇത് മായ്ക്കാത്ത എന്താ വെച്ചാൽ, ഇത് ഉപയോഗിച്ചിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് റൂള് പറയുന്നത്. ഞാൻ ചെയിൻ റൂൾ മായ്ക്കുകയാണ്. ചെയിൻ റൂളാണ് പറയുന്നത്. റൂള് പറയുന്നതാണ്, എഴുതിയെടുക്കണം. y ഈക്വൽസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞു എന്താണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന അർത്ഥം മനസ്സിലായി. എന്താണ്? ആദ്യം ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ആ ഫംഗ്ഷന് വേറൊരു ഫംഗ്ഷൻ അറ്റാക്ക് ചെയ്യണം. അതിനാണ് നമ്മൾ കമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണെങ്കിൽ dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് dy ബൈ ഡി എക്സ്. അതിൻ്റെ ഡെറിവേറ്റീവ് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഡാഷ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ്. അങ്ങനെ തന്നെ എഴുതാം. എഫ് ഡാഷ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ്. എന്താ ഡാഷ് എന്ന് പറഞ്ഞാൽ? ഡാഷ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡെറിവേറ്റീവ്. ഡാഷ് ഡിനോട്ട്സ് ഡെറിവേറ്റീവ്. അപ്പം വാട്ട് ഈസ് വേർ എഫ് ഡാഷ് ഡിനോട്ട്സ് ഡെറിവേറ്റീവ് ഓഫ് എഫ്. And g dash denotes derivative of g. ഇതാണ് റൂള്.
അപ്പോൾ വാട്ട് ഈസ് കോഷ്യന്റ് അല്ല വാട്ട് ഈസ് കമ്പോസിറ്റ് ഫംഗ്ഷനിലെ ചെയിൻ റൂൾ? കമ്പോസിറ്റ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂളിനാണ് നമ്മൾ എന്താ പറയുക? ചെയിൻ റൂൾ. ചെയിൻ റൂൾ. What is chain rule? If f of x is composite of two functions, if y is composite of two functions, say f and g, then dy by dx equals f dash g of x, f dash g of x into g dash x, f dash g of x into g dash x. Now, where f dash denotes derivative of f and g dash denotes derivative of g. ഞാൻ ഈ 8 ചോദ്യങ്ങൾക്കുള്ള ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. വിൽ ഡിസ്കസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദ ഫങ്ഷൻസ്. ഇതിന് ഡെറിവേറ്റീവ് കാണാൻ പോകണം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം. ഇതിന് ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ചെയ്താണിത്, ഇതിൻ്റെ കമ്പോസിറ്റ് ചെയ്താണ്. വി ആർ ഗോയിങ് ടു സേ ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ്. ഇതിന് ഡെറിവേറ്റീവ് എഴുതാൻ വേണം. y ഈക്വൽസ് എക്സ് പ്ലസ് വൺ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? dy by dx is equal to എന്താണ്? ഇത് കമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്, എക്സ് പ്ലസ് വൺ സ്ക്വയർ എന്നാണ്. അപ്പോൾ എക്സ് പ്ലസ് വൺ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഒറ്റ ഫംഗ്ഷനായിട്ട് വിചാരിക്കുക. ഇത് എഫ് ആണ് അല്ല, ഇത് എക്സ് പ്ലസ് വൺ ഒരു ഫംഗ്ഷനായിട്ട് എടുക്കാം. അപ്പോൾ എന്താവും? ഇത് എക്സ് ആണെങ്കിൽ എന്താവും? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇതൊരു എക്സ് ആണ്, ഇതൊറ്റ ആളായിട്ട് വിചാരിക്കാം. അപ്പോൾ സംതിങ് സ്ക്വയർ ആണ്. അപ്പോൾ സംതിങ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സംതിങ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ? എന്തോ ആവട്ടെ, സംതിങ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ? 2x. അപ്പോൾ 2x. അപ്പോൾ 2 ഇൻറ്റു ആ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൺ തന്നെ ഇൻറ്റു എക്സ് പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് പുറത്തെഴുതാം. എക്സ് പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. ഇത് ആക്ച്വലി ഈ സാധനമാണ്. നമുക്ക് ഈ തിരിട്ടി ഈ സാധനം ഇവിടേക്ക് കൊണ്ടുവരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷെ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് ഇത് കണ്ടോ, ഇത് എക്സ് സ്ക്വയർ അല്ലേ, ഇത് എക്സ് സ്ക്വയർ അല്ലേ. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു ദിസ് റേസ് ടു 1 ഇൻറ്റു എക്സ് പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് 1. തിയറി ഇതാണ്, പക്ഷെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടാവും. നോക്കാം. ഇനി അതേപോലെ ഇതൊന്ന് പറയൂ. എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4. എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ എന്താ നിങ്ങൾ പറയുക? കണ്ടോ, എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4, എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4, എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4. ഹൗ ടു ടേക്ക് ദ ഡെറിവേറ്റീവ് ഒന്ന് പറയൂ. dy by dx is equal to, നമ്മൾ ഈ തിയറിയാണ് ഉപയോഗിക്കുന്നത്. ആ തിയറി നേരിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കോളൂ. എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 4 ഇത് ഒറ്റ ഫംഗ്ഷനാണ് വെച്ചോളൂ. എക്സ് ഇതൊരൊറ്റ ഫംഗ്ഷനാണ്, എക്സ് വെച്ചോളൂ. അപ്പോൾ ഇത് എക്സ് റേസ് ടു 4 അല്ലേ. എന്താ എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ്? എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 4x ക്യൂബ് അല്ലേ, 4x ക്യൂബ് ഇൻറ്റു ഈ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 എഴുതാം. 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 3 ഇൻറ്റു 2x. ഇത് ആക്ച്വലി നമ്മൾ മുമ്പേ ചെയ്തത് തന്നെയാണ്, മുമ്പേ പറയുന്ന തിയറി തന്നെയാണ്. ഒന്നുകൂടി പറയാം. സൈൻ 4x, സൈൻ 4xൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ എങ്ങനെയാണ് പറയുക? സൈൻ 4xൻ്റെ ഡെറിവേറ്റീവ് പറയും. 4xന് ഒറ്റൊന്നായിട്ട് വിചാരിക്കാം. 4xന് ഒറ്റൊന്നായിട്ട് വിചാരിക്കാം. ഇത് എക്സാ വിചാരിച്ചോളൂ. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ എന്തായിരിക്കും? dy by dx is equal to ഒന്ന് പറയൂ. dy by dx is equal to എന്തായിരിക്കും? കോസ് അതേ സാധനം എഴുതാം ഇൻറ്റു എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡെറിവേറ്റീവ് പുറത്തെഴുതാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് പുറത്തെഴുതാം. എന്താ 4xൻ്റെ ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് 4x 4. ഓക്കെ, ഇനി സൈൻ 4x സ്ക്വയർ പ്ലസ് 1 വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഒന്ന് പറയൂ. dy by dx എന്ന് പറയൂ. എന്താ ചെയ്യേണ്ടത്? ഇത് ഒറ്റ ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ സൈൻ ഓഫ് സംതിങ്ങിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ഓഫ് സംതിങ്. ആ സംതിങ് അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സംതിങ്ങിൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതാം. ഇറ്റ് ഈസ് 4x സ്ക്വയർ പ്ലസ് 1 ഡെറിവേറ്റീവ് എന്താ? 8x. ഒരു മിനിറ്റ് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ചെയ്തതെന്താ നോക്കൂ.
എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ല, നോക്കൂ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ 2x, അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ എഫ് ഡാഷ് ജി ഓഫ് എക്സ് അല്ലേ, ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് എക്സ്. ഇതാണ് ജി, എക്സ് പ്ലസ് 1 ആണ് ജി, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1 കേട്ടോ. ഇതാണ് ജി, എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് ജി അല്ലേ. ഇത് എഫ് ഓഫ് എക്സ് റേസ് ടു 4 ആണ്, അല്ല എഫ് ഓഫ് എക്സ് ഇത് ജി ഓഫ് എക്സ് റേസ് ടു 4 ആണ്. അപ്പോൾ എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇത് ഒറ്റ ആളെ എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ, എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ജി ഓഫ് എക്സ്. അപ്പോൾ എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ 4x, 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 3. എന്നിട്ട് എന്ത് ചെയ്യണം, ജി ഡാഷ് എക്സ് എന്താ ജി ഡാഷ് എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് ഇറ്റ് ഇസ് 2x. നിങ്ങൾ ഈ തിയറി നേരിട്ട് കൊണ്ടുവരുന്നില്ല, പക്ഷെ തിയറിയാണ് ഉപയോഗിക്കുന്നതെന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി സൈൻ 4x ഡെറിവേറ്റീവ് എന്താ, ഇത് ഒറ്റ കെട്ടായിട്ട് എടുക്കാം. അപ്പോൾ എന്തായിരിക്കും സൈൻ 4x ഡെറിവേറ്റീവ് ആണെങ്കിൽ cos 4x ഇൻറ്റു 4xൻ്റെ ഡെറിവേറ്റീവ് എന്താ, cos 4x ഡെറിവേറ്റീവ് എക്സ്. ഇനി സൈൻ 4x സ്ക്വയർ പ്ലസ് 1 ഇത് ഒറ്റ കെട്ടായിട്ട് എടുക്കാം. സൈൻ ഓഫ് സംതിങ് ആണെങ്കിൽ കോസ് ഓഫ് സംതിങ് ഇൻറ്റു ആ സംതിങ്ങിൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതുക. മനസ്സിലുണ്ടോ? ഇനി കണ്ടോ, കോസ് ഓഫ് സംതിങ് ഇൻറ്റു ആ 4x സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതുക. അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു എന്താണോ ഉള്ളിലത്തെ ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതുക. കണ്ടോ, ഉള്ളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതുക, ഉള്ളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതുക, ഉള്ളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതുക, ഉള്ളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതുക. മനസ്സിലായോ? പുറത്തത്തെ ഫംഗ്ഷൻ അതേപോലെ എഴുതുക, എന്നിട്ട് ഉള്ളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതുക. പുറത്തത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതുക, പിന്നെ ഉള്ളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതുക. ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതുക ഇൻറ്റു ഉള്ളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അതാണ് ഈ കോൺസെപ്റ്റ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ്. അപ്പോൾ ആ ലോജിക്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയൂ. പ്ലീസ് ടെൽ മീ ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് നിങ്ങൾ പറയൂ. നൗ വെൽക്കം ബാക്ക്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് പറയൂ. 5, 6, 7, 8 ഈ 4 ചോദ്യം നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് പോസ് ചെയ്തിട്ട് ചെയ്യാം, ഈ കമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഐഡിയ വെച്ചിട്ട്. ഒന്ന് ഡെറിവേറ്റീവ് പറയൂ. വാട്ട് ഇസ് ഡിവൈ ബൈ എക്സ്? ഡിവൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ഒന്ന് പറയൂ. കണ്ടോ, 3x പ്ലസ് 4ന് ഒരു കെട്ടായിട്ട് എടുക്കാം. 3x പ്ലസ് 4ന് ഒരു കെട്ടായിട്ട് എടുക്കാം. അപ്പോൾ ഇതെന്താവും, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 2 ഇൻറ്റു 3x പ്ലസ് 4 റേസ് ടു 2 മൈനസ് 1. അപ്പോൾ 2 ഇൻറ്റു 3x പ്ലസ് 4 റേസ് ടു 2 മൈനസ് 1. 2 മൈനസ് 1 ഇസ് 1 ഇൻറ്റു ഈ ഉള്ളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതുക. കാരണം ഉള്ളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതുക. അപ്പോൾ ഉള്ളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താ, 3x പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ് 4ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, 3xൻ്റെ ഡെറിവേറ്റീവ് 3 ആണ്. ക്ലിയർ അല്ലേ? റൈറ്റ്. ഇനി വാട്ട് ഇസ് ഡിവൈ ബൈ എക്സ് ഓഫ് കോസ് 9x? കോസ് 9x ഇത് ഒറ്റക്കെട്ടായിട്ട് എടുക്കാം. കോസിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ്? കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ. അപ്പോൾ മൈനസ് സൈൻ 9x ഇൻറ്റു എന്താ ചെയ്യേണ്ടത്, 9xൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതാം. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് 9x? കണ്ടോ, ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതാം. അപ്പോൾ 9xൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതാം 9. അപ്പോൾ കോസ് ക്യൂബ് എക്സ്, കോസ് ക്യൂബ് ഇസ് ഡെറിവേറ്റീവ് എന്ന് പറയൂ. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ക്യൂബ് എക്സ് എന്താ ചെയ്യേണ്ടത്, ഇത് കോസ് എക്സ് ദ ഹോൾ ക്യൂബാണ്. കോസ് ക്യൂബ് എക്സിനെ എങ്ങനെയാണ് കണ്ടത്, ഇറ്റ് ഇസ് കോസ് എക്സ് ദ ഹോൾ ക്യൂബ്. കോസ് എക്സ് ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഇതൊരു എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സംതിങ് റേസ് ടു 3 ആണ്. സംതിങ് റേസ് ടു 3യുടെ ഡെറിവേറ്റീവ് എന്താ, സംതിങ് റേസ് ടു എൻ്റെ ഡെറിവേറ്റീവ് എന്താ, n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ സംതിങ് റേസ് ടു 3യുടെ ഡെറിവേറ്റീവ് എന്താ, 3 ഇൻറ്റു സംതിങ് റേസ് ടു 3 മൈനസ് 1. അത് ചെയ്തതിന് ശേഷം ഇൻറ്റു ജി ഡാഷ് എക്സ്. അപ്പോൾ ഇവിടെ ജി എന്താ, കോസ് ആണ്. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ എക്സ്. ഓക്കെ, ഇതെന്താ, y ഈക്വൽ സൈൻ സ്ക്വയർ എക്സ്. y ഈക്വൽ സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയൂ. ഡിവൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഡിവൈ ബൈ എക്സ് ഈക്വൽസ് എന്തായിരിക്കും, സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇത് സൈൻ സ്ക്വയർ എക്സ് എന്താ, ആക്ച്വലി സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. സൈൻ സ്ക്വയർ എക്സ് പറഞ്ഞാൽ സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പം സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആകുമ്പം ഡിവൈ ബൈ എക്സ് എന്തായിരിക്കും, സൈൻ എക്സിന് ഒരു കെട്ടായിട്ട് എടുക്കാം. സൈൻ എക്സിന് ഒരു കെട്ടായിട്ട് എടുക്കാം. അപ്പോൾ എന്താവും, 2 ഇൻറ്റു സൈൻ എക്സ് ഹോൾ റേസ് ടു 1 ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. വാട്ട്സ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, കോസ് എക്സ്. കോസ് എക്സ്. ഞാൻ ഒരു ചോദ്യം കൂടി തരാം, ഒറ്റ ചോദ്യം, 9ാമത്തെ ചോദ്യം. അതൊന്ന് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്തിട്ട് ഞാനത് ചെയ്തിട്ട് വിൽ സ്റ്റോപ്പ് ദ സെഷൻ. ട്രൈ ടു ഡു ദീസ് 2 ക്വസ്റ്റ്യൻസ്. ഒന്ന് ചെയ്യൂ.
സ്പീഡിൽ ഇപ്പോൾ പാസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, dy by dx is equal to, ഇത് കമ്പോസിറ്റ് ഓഫ് 2 ഫങ്ഷൻസ് ആണ്. ആദ്യം എക്സ് ക്യൂബ് പിന്നെ സൈൻ. അപ്പോൾ ഇതാണ് എഫ്, ഇതാണ് ജി. അപ്പോൾ എന്താ ഫോർമുല? എഫ് ഡാഷ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ്. അപ്പോൾ എക്സ് ക്യൂബ് ഒരു കെട്ടായിട്ട് എടുക്കുക. അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ്. അപ്പോൾ ഇറ്റ് ഇസ് കോസ് ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് പുറത്തെഴുതുക. കോസ് ഓഫ് എക്സ് ക്യൂബ് ആണ്, സൈൻ എക്സ് ക്യൂബിന് സൈൻ ക്യൂബ് എക്സ് അല്ല. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് പുറത്തെഴുതുക. ഇറ്റ് ഇസ് 3x². ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോൾ ഇതൊന്ന് ഒറ്റയ്ക്ക് പറയൂ. dy by dx is equal to എന്തായിരിക്കും? വാട്ട് ഇസ് dy by dx? ഇതൊരു ഒറ്റ കെട്ടായിട്ട് എടുക്കാം. 2x + 3 ഒറ്റ കെട്ടായിട്ട് എടുക്കാം. അപ്പോൾ സൈൻ ഓഫ് സംതിങ് കേട്ടോ, എഫ് ഓഫ് ജി ഓഫ് എക്സ് ഫോം ആണ്. അപ്പോൾ സൈൻ ഓഫ് സംതിങ്ങിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ഓഫ് ദ സെയിം തിങ്, കോസ് ഓഫ് സംതിങ്, കോസ് ഓഫ് 2x + 3 ഇൻറ്റു ഈ 2x + 3യുടെ ഡെറിവേറ്റീവ്. വാട്ട് ഇസ് 2x + 3 ഡെറിവേറ്റീവ്? 2. Okay, now we have discussed composite functions derivative. We call this as chain rule. Chain function of a function. അതിൻ്റെ ഡെറിവേറ്റീവ് പുറത്താണ്. മനസ്സിലുണ്ടോ? അപ്പോൾ നമ്മൾ 3 റൂൾസ് പഠിച്ചു. എന്തൊക്കെയാ? ഈ 10 റിസൾട്ട്സ് പഠിച്ചു, 3 റൂൾസ് പഠിച്ചു. അറ്റ്ലീസ്റ്റ് ഈ സാധനം വെള്ളം പോലെ പഠിക്കാം. ഞാനതിൽ PDF എഴുതുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യുക. ഒരു 100 ക്വസ്റ്റ്യൻ ചെയ്താൽ യു വിൽ ബി വെൽ വേഴ്സ്ഡ് ഇൻ ഡിഫറൻസിയേഷൻ. 3 റൂൾസ് പഠിച്ചാൽ മതി. ഇതൊക്കെ ഈ 10 റിസൾട്ട്സ് പഠിക്കാൻ തൽക്കാലം. ഇനിയും കുറച്ചും കൂടി റിസൾട്ട്സ് ഉണ്ട്. 10 റിസൾട്ട്സ് എങ്കിലും പഠിക്കണം. പിന്നെ പ്രോഡക്റ്റ് റൂൾ, കോഷ്യന്റ് റൂൾ, ചെയിൻ റൂൾ. പ്രോഡക്റ്റ് റൂൾ എന്തിനാണ് ഉപയോഗിക്കുക? പ്രോഡക്റ്റ് ഓഫ് 2 ഫങ്ഷൻസ്. കോഷ്യന്റ് റൂൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? എങ്ങനെ ഉപയോഗിക്കുക? റാഷണൽ ഫങ്ഷൻ, മുകളിലും താഴെയുമായിട്ടുള്ള ഫങ്ഷൻസ് എടുക്കുക. ചെയിൻ റൂൾ എപ്പോഴാണ് ഉപയോഗിക്കുക? കമ്പോസിറ്റ് ഫങ്ഷൻസ്. കമ്പോസിറ്റ് ഫങ്ഷൻ എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ്. ആ വീഡിയോ വീണ്ടും പോസ് ചെയ്തിട്ട് കാണാം, പഠിക്കുക. അത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ഫിസിക്സിലൊക്കെ പഠിക്കുമ്പോൾ ഇത് വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത് പഠിക്കുക. എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഡെറിവേറ്റീവ് എന്താ? എഫ് ഡാഷ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ്. ഇതാണ് തിയറി. എഫ് ഡാഷ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി, ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഉള്ളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഉള്ളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ട്രൈ ചെയ്യുക. വിൽ സ്റ്റോപ്പ് വിത്ത് ദാറ്റ്. താങ്ക് യു.